2018 ജൂൺ മാസത്തിൽ കേട്ടിട്ട് ചോദിച്ചിട്ടുള്ള സൈക്കോളജിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 30 ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിലയിരുത്തലുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ താഴെ ചേർക്കുന്നു. 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സ്വയം വിലയിരുത്തൽ, സഹപാഠിയുടെ വിലയിരുത്തൽ, ടീച്ചറുടെ വിലയിരുത്തൽ. പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം. നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിൽ ഇതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നതെന്നാണ്. 4 ഓപ്ഷൻ ഉണ്ട്. എ മാത്രം, ബി മാത്രം, എയും ബി ഉൾപ്പെടുന്നു, എയും ബിയും ഉൾപ്പെടുന്നില്ല. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ നിരന്തരവും സമഗ്രമായ വിലയിരുത്തൽ എന്താണെന്ന് നമുക്കറിയാലോ. എന്താണ് നമ്മുടെ ഇന്ത്യയിൽ സ്കൂൾ തലത്തിൽ ഇപ്പം ഉപയോഗിച്ചു വരുന്ന ഒരു വിലയിരുത്തൽ രീതിയാണ് ഇത് നിരന്തരവും സമഗ്രവുമായിട്ടുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്, അല്ലേ? ഈ നിരന്തരമായിട്ടുള്ള വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്താ? പഠിപ്പിക്കുമ്പോൾ തന്നെ ഓരോ കുട്ടിയെയും അവരുടെ കഴിവുകളും കഴിവുകേടുകളും നേട്ടങ്ങളും കോട്ടങ്ങളും അല്ലേ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട കൈത്താങ്ങുകൾ നൽകിക്കൊണ്ടാണ് ടീച്ചർ അവരെ വിലയിരുത്തുന്ന ഒരു രീതിയാണ് നിരന്തര വിലയിരുത്തൽ എന്ന് പറയുന്നത്. സമഗ്രമായിട്ടുള്ള വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുട്ടിയുടെ എല്ലാ മേഖലകളെയും വിലയിരുത്തുന്ന രീതിയാണ്, അല്ലേ? വൈജ്ഞാനിക വികാസമുണ്ട്, വൈകാരിക വികാസമുണ്ട്, മാനസിക വികാസമുണ്ട്, എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? ടീച്ചറെ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിരന്തരവും സമഗ്രമായിട്ടുള്ള വിലയിരുത്തലുകളിൽ വരുന്ന പ്രധാനപ്പെട്ട 4 ഘട്ടങ്ങളുണ്ട്. ഒന്ന് സ്വയം വിലയിരുത്തൽ എന്ന് പറയും. സ്വയമായിട്ട് എന്ത് ചെയ്യുന്നു? പഠിതാവ് പഠന പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നു? സ്വന്തമായിട്ട് വിലയിരുത്തുന്നതാണ് ഈ സ്വയം വിലയിരുത്തൽ എന്ന് പറയുന്നത്. പരസ്പര വിലയിരുത്തലുണ്ട്. അതായത് പഠിതാവിന്റെ പഠനത്തെ എന്ത് ചെയ്യുന്നു? സഹപാഠികൾ, കൂട്ടുകാർ എന്ത് ചെയ്യുന്നു? വിലയിരുത്തുന്നു. അതാണ് പരസ്പര വിലയിരുത്തൽ. അതേപോലെ വ്യക്തിഗത വിലയിരുത്തൽ വരുന്നുണ്ട്. സഹപഠിതാക്കൾ ഓരോ പഠിതാക്കളെയും എന്ത് ചെയ്യുന്നു? വിലയിരുത്തുന്നു. അതാണ് വ്യക്തിഗത വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് സംഘ വിലയിരുത്തൽ എന്ന് പറയുന്നത്. സംഘ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സംഘങ്ങളായിട്ട് പഠന പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന ഒരു രീതിയാണത്. ഇപ്പൊ ചർച്ചകളും സെമിനാറുകളും പ്രോജക്റ്റും ഫീൽഡ് ട്രിപ്പും ഒക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു? സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നു? ഓരോ സംഘങ്ങളും വിലയിരുത്തുന്നു. കൂടാതെ ഇതിനകത്ത് വരുന്നതാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെന്റ് ഫോർ ലേണിംഗ്. അതേപോലെ വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെന്റ് ആസ് ലേണിംഗ്. പഠനത്തെ വിലയിരുത്തൽ, അസസ്മെന്റ് ഓഫ് ലേണിംഗ്, അല്ലേ? ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളതാണിത്. അപ്പം ഇതും കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷനകത്ത് വരുന്നതാണ്. ഈ പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പഠനം നടക്കുന്ന സമയത്ത് അതിന്റെ ഫലപ്രാപ്തിക്കായിട്ട് ടീച്ചറും സ്റ്റുഡൻസും വിലയിരുത്തലുകളൊക്കെ നടത്തേണ്ടതുണ്ട്, അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ടീച്ചറും സ്റ്റുഡൻസും നൽകുന്ന സഹായങ്ങളും അതുപോലെ തന്നെ ഫീഡ്ബാക്കും ഒക്കെ എന്ത് ചെയ്യുന്നു? പഠനത്തിനായിട്ടുള്ള വിലയിരുത്തലിന്റെ ആ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? തന്റെ പഠനത്തെ സ്വയം വിമർശനപരമായിട്ട് പരിശോധിക്കുമ്പോൾ ഒരു കുട്ടി തന്റെ കഴിവും അതുപോലെ തന്നെ പരിമിതികളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു പ്രക്രിയയാണ് എന്ത് പറയുന്നത്? വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നത്, അല്ലേ? ഇതൊരു പഠന പ്രക്രിയയാണ്, അല്ലേ? ഒരു ഫലപ്രാപ്തിയുള്ള ഒരു പഠനം ഉറപ്പുവരുത്തുകയാണ് ഇത് ചെയ്യുന്നത്. പഠനത്തെ വിലയിരുത്തൽ അല്ലെങ്കിൽ അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത കാലയളവിൽ പഠനത്തിന് ശേഷം എന്ത് ചെയ്യുന്നു? കുട്ടിയുടെ പഠന നിലവാരം അളക്കുന്ന രീതിയാണ്, അല്ലേ? ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിൽ ലഭിക്കുന്ന ഫീഡ്ബാക്കുകളൊക്കെ എന്ത് ചെയ്യുന്നു? ടീച്ചറിന് എന്ത് ചെയ്യാം? ടീച്ചറിന്റെ പഠന തന്ത്രത്തെയും അതുപോലെ തന്നെ പഠന സാമഗ്രികളെയും വിലയിരുത്താനൊക്കെ സാധിക്കുന്നുണ്ടല്ലേ? കൂടാതെ എന്ത് ചെയ്യാം? പേരൻസിനും അതുപോലെ തന്നെ സൊസൈറ്റിക്കും എല്ലാം എന്ത് ചെയ്യുന്നു? പഠന കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കുന്നു. അതാണ് പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് ഓപ്ഷൻ സി എടുക്കാം. എയും ബിയും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പിയാഷെയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം അനുസരിച്ച് പല സവിശേഷതകൾ ഏകോപിപ്പിച്ച് നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതിനുള്ള കഴിവ് കുട്ടി നേടുന്നത് ഏത് ഘട്ടത്തിലാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇന്ദ്രിയചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്, മനോവ്യാപാര പൂർവ്വഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, രൂപാത്മക വ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ആൻസർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ രൂപാത്മക വ്യാപാര ഘട്ടം അല്ലെങ്കിൽ മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയും. നമുക്കറിയാം പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജ് ഇത് പഠിച്ചപ്പം 7 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വികാസ ഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? മൂർത്ത മനോവ്യാപാര ഘട്ടം. ഈ ഘട്ടത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? മനോവ്യാപാരത്തിന് സാധിക്കുന്ന ഒരു ഘട്ടമാണ് ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മനോവ്യാപാരം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയെ മനസ്സിലാക്കി പിന്നീട് എന്താണ് ചെയ്യേണ്ടതെന്ന് ബോധപൂർവം ചിന്തിക്കുന്ന മാനസിക പ്രക്രിയയാണ് എന്ത് പറയുന്നത്? മനോവ്യാപാരം എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അത് സാധിക്കുന്ന ഒരു ഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. കൂടാതെ എന്തൊക്കെയുണ്ട്? പ്രത്യാവർത്തനം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? റിവേഴ്സിബിലിറ്റി. അതേപോലെ കൺസർവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ഥിരത. അപ്പം റിവേഴ്സിബിലിറ്റിയും സ്ഥിരതയും, അല്ലെ? കൺസർവേഷനും റിവേഴ്സിബിലിറ്റിയും പ്രത്യാവർത്തനവും സ്ഥിരതയും ഒക്കെ ഉടലെടുക്കുന്ന ഒരു ഘട്ടമാണ് ഏതെന്ന് പറയുന്നത്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്.
തൻ്റെ മുമ്പിൽ നടക്കുന്ന പ്രശ്നങ്ങളെ യുക്തിപൂർവ്വം കുട്ടിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. പല സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ കുട്ടിക്ക് സാധിക്കുന്നുണ്ട്. ഭൂതം, ഭാവി, വർത്തമാനം, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നിവയെ മനസ്സിലാക്കാനും കുട്ടിക്ക് സാധിക്കുന്ന ഘട്ടമാണ് ഇത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. 7 മുതൽ 11 വയസ്സ് വരെയുള്ള ഘട്ടം. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് ഏത് വരുന്നുണ്ട്? ഓപ്ഷൻ സി ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ബുദ്ധിപരമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു സാമാന്യ ഘടകവും ആ പ്രവർത്തനത്തിന് മാത്രമായുള്ള ഒരു സവിശേഷ ഘടകവും ഉൾപ്പെടുന്നു. ബുദ്ധിയെക്കുറിച്ചുള്ള ഈ സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവ് ആരാണ്? ഗിൽഫോർഡ്, തേഴ്സ്റ്റൺ, സ്പിയർമാൻ, കാറ്റൽ. നമുക്ക് ആൻസർ അറിയാലോ, ഏതാണ്? സ്പിയർമാൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ഈ സ്പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തം, 2 ഫാക്ടേഴ്സ് തിയറിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 1904 ഈ ഒരു തിയറി അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ബുദ്ധിക്ക് 2 ഘടകങ്ങളാണുള്ളത്. ഏതൊക്കെയാണത്? ഒന്ന് സാമാന്യ ഘടകം അല്ലെങ്കിൽ ജനറൽ ഫാക്ടർ എന്ന് പറയും, അല്ലെങ്കിൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയും. രണ്ടാമത്തെയാണ് വിശിഷ്ട ഘടകം അല്ലെങ്കിൽ സ്പെസിഫിക് ഫാക്ടർ അല്ലെങ്കിൽ സ്പെസിഫിക് ഇന്റലിജൻസ്. അദ്ദേഹം പറയുന്നത് പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ് എസ് ഫാക്ടറും ജി ഫാക്ടറും. അതിൽ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു കുട്ടിയുടെ ടോട്ടൽ ഇന്റലിജൻസ് വർക്ക് ആവുന്നതാണ് പറയുന്നത്. അതായത് 2 ഫാക്ടേഴ്സും ചേർന്നാണ് ഒരാളുടെ ടോട്ടൽ ഇന്റലിജൻസ് എന്ത് ചെയ്യുന്നത്, വർക്ക് ആവുന്നത് എന്നാണ് നമ്മുടെ സ്പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തം. അതായത് ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും, സാമാന്യ ഘടകവും വിശിഷ്ട ഘടകവും ചേരുമ്പോഴാണ് ടോട്ടൽ ഇന്റലിജൻസ് ഉണ്ടാകുന്നതെന്നാണ് ആരുടെ ദ്വിഘടക സിദ്ധാന്തത്തിൽ പറയുന്നത്? സ്പിയർമാന്റെ ഈ ഒരു ദ്വിഘടക സിദ്ധാന്തത്തിൽ പറയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, സോഷ്യൽ സയൻസ് അധ്യാപിക കുട്ടികളെ ഗ്രൂപ്പാക്കി തിരിച്ച് പൊതുവിജ്ഞാന ചോദ്യങ്ങൾ ചോദിച്ചു. ശരിയുത്തരം പറഞ്ഞ ഗ്രൂപ്പുകാർക്ക് സ്റ്റാർ സ്റ്റിക്കർ നൽകി. എല്ലാ ഗ്രൂപ്പുകാരും ആവേശപൂർവ്വം ഇതിൽ പങ്കെടുത്തു. തോണ്ടൈക്കിന്റെ പഠന സിദ്ധാന്ത പ്രകാരം താഴെ കൊടുത്തിരിക്കുന്ന ഏത് നിയമമാണ് ഇവിടെ പ്രസക്തമാകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. മനോഭാവ നിയമം, സന്നദ്ധതാ നിയമം, അഭ്യാസ നിയമം, ഫല നിയമം. ദ ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്, ദ ലോ ഓഫ് റെഡ്നെസ്, ദ ലോ ഓഫ് എക്സസൈസ്, ദ ലോ ഓഫ് എഫക്റ്റ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഫല നിയമമാണ്. തോണ്ടൈക്കിന്റെ 3 പഠന നിയമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സന്നദ്ധതാ നിയമം, അതേപോലെ അഭ്യാസ നിയമം, അതേപോലെ ഫല നിയമം അല്ലെ. സിമ്പിളാണ്. തോണ്ടൈക്കിന്റെ പഠന നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും സിമ്പിൾ ആയിട്ടുള്ളത് 3 നിയമങ്ങളാണിത്. സന്നദ്ധതാ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഓഫ് റെഡിനെസ് അല്ലെ. ഏതൊരു പ്രവൃത്തിയും സന്നദ്ധതയോടെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? ഫലം സംതൃപ്തി ആയിരിക്കും എന്ന് പറയുന്ന ഒരു നിയമമാണ് ഇത് സന്നദ്ധതാ നിയമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്നത്. അഭ്യാസ നിയമം അല്ലെങ്കിൽ ആവർത്തന നിയമം, ഒരു കാര്യം കൂടുതൽ തവണ ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുകയാണ് അല്ലെ. അപ്പോൾ കൂടുതൽ തവണ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് കൂടുതൽ ദൃഢതയുള്ളതാകുന്നു അല്ലെ. ഇപ്പൊ ഏതൊരു കാര്യമായാലും അങ്ങനെയാണ്, നമ്മൾ പഠിക്കുന്നത് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, ഒരു പോസിറ്റീവ് എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു കാര്യം കൂടുതൽ തവണ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് കൂടുതൽ ദൃഢമുള്ളതാകുന്നു എന്ന് പറയുന്ന നിയമമാണ് അഭ്യാസ നിയമം അല്ലെങ്കിൽ ആവർത്തന നിയമം എന്ന് പറയുന്നത്. ഫല നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രവർത്തനത്തിന്റെ ഫലം തൃപ്തിയും സന്തോഷവും ലഭിക്കുകയായി കഴിഞ്ഞാൽ വീണ്ടും ആ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുക എന്ന് പറയുന്ന നിയമമാണ് ഫല നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു പരീക്ഷയിൽ പാസ്സാവുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യുന്നു, അടുത്ത പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ പ്രയത്നിക്കുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട തോണ്ടൈക്കിന്റെ പഠന നിയമങ്ങൾ. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷാ വികാസത്തിലെ ചിമ്പാൻസി ഘട്ടം എന്ന് വൈഗോട്സ്കി വിശേഷിപ്പിക്കുന്നത് ഏത് ഘട്ടത്തെയാണ്? 4 ഓപ്ഷൻസ്: ചിന്താരഹിത ഭാഷാഘട്ടം, ഭാഷാരഹിത ചിന്താഘട്ടം, ഭാഷയും ചിന്തയും കൂടി ചേർന്ന ഘട്ടം. ഇതൊന്നുമല്ല. ശരിക്കും ഈ ഒരു ചോദ്യം ഡിലീഷന് വന്നിട്ടുള്ളതാണ്. കാരണം നമ്മുടെ വൈഗോട്സ്കിയുടെ ഭാഷാ വികാസ സിദ്ധാന്തം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, അതിൽ ചിമ്പാൻസി ഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നില്ല. എന്നാൽ അദ്ദേഹം ഭാഷാ വികാസത്തെ സാമൂഹിക സാംസ്കാരികമായിട്ടൊരു പ്രക്രിയയായിട്ട് ആണ് മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെ. അതിലൊന്നാണ് പ്രീ ഇന്റലക്ച്വൽ സ്പീച്ച് എന്നൊക്കെ പറയുന്നത്. ഇത് കുട്ടികൾ ആദ്യം വാക്കുകൾ അർത്ഥം കൂടാതെ ആവർത്തിക്കുന്ന ഒരു ഘട്ടത്തെയാണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. പ്രീ ഇന്റലക്ച്വൽ സ്പീച്ച് എന്ന് പറയുന്നത് കുട്ടികൾ എന്ത് ചെയ്യുന്നു, ആദ്യം വാക്കുകൾ അർത്ഥം, അതിന്റെ മീനിങ് കൂടാതെ അല്ലെങ്കിൽ മീനിങ് മനസ്സിലാക്കാതെ എന്ത് ചെയ്യുന്നു, ആവർത്തിക്കുന്ന ഒരു ഘട്ടത്തെയാണ് പ്രീ ഇന്റലക്ച്വൽ സ്പീച്ച് എന്ന് പറയുന്നത്. മറ്റൊരു ഘട്ടം അദ്ദേഹം പറയുന്നത് സോഷ്യോ കൾച്ചറൽ തീസിസ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഭാഷാ വികാസം എന്ന് പറയുന്നത് എന്താണ്? സാമൂഹിക ഇടപെടലിലൂടെയാണ് സംഭവിക്കുന്നതെന്നാണ് നമ്മുടെ വൈഗോട്സ്കി അതിലൂടെ അർത്ഥമാക്കുന്നത്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഇക്കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഭാഷയ്ക്കും സംസ്കാരത്തിനും ഊന്നൽ കൊടുത്തിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? വൈഗോട്സ്കി എന്ന് പറയുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യൻ, വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഏതിനെയാണ് കൂടുതൽ സഹായിക്കുന്നത്? ഭാവിയിൽ കുട്ടികളുടെ ജോലി സാധ്യത വർദ്ധിപ്പിക്കുന്നതിന്, അധ്യാപകരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിന്, കലാകായിക മത്സരങ്ങളിൽ നേട്ടമുണ്ടാക്കുന്നതിന്, കുട്ടികളുടെ വ്യക്തി വ്യത്യാസം പരിഗണിക്കുന്നതിന്. ഏതിനായിരിക്കും? നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്, കുട്ടികളുടെ വ്യക്തി വ്യത്യാസം പരിഗണിക്കുന്നതിനാണ്. ഇവിടെ ഈ കുട്ടികളുടെ വ്യക്തി വ്യത്യാസം പരിഗണിക്കുക എന്നൊരു ഓപ്ഷനിലേക്ക് പോകാൻ കാരണം എന്തായിരിക്കും?
ഓരോ കുട്ടികളും വ്യത്യസ്ത കഴിവുകളും വ്യത്യസ്ത താല്പര്യങ്ങളും വ്യത്യസ്ത പഠന ശൈലികളും ഒക്കെ ഉള്ളവരാണ് അല്ലേ. അപ്പം ഈ ഒരു വ്യക്തി വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഓരോരുത്തരുടെയും കഴിവുകളിൽ അവരെ ക്ഷോഭിപ്പിക്കാനും ഒക്കെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് കൊണ്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് സാധിക്കുന്നുണ്ട്. 7ാമത്തെ ക്വസ്റ്റ്യൻ, നിയതമായ നിയമങ്ങൾ പാലിച്ച് കൃത്യമായ വഴികളിലൂടെ പ്രശ്നപരിഹരണം നടത്തുന്ന ഒരു രീതിയാണ്. ഏത് പ്രശ്നപരിഹരണ തന്ത്രത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്? ശ്രമപരാജയ രീതി, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, അൽഗോരിതം, ഹ്യൂറിസ്റ്റിക്സ്, നിഗമന രീതി, ഡിഡക്റ്റീവ് മെത്തേഡ്. ഓപ്ഷൻ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഏതാണ് ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്, അൽഗോരിതം ആണ്. അൽഗോരിതത്തിന് നമുക്ക് ഇപ്പം ഉദാഹരണമായിട്ട് എന്താ പറയാം, കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് അൽഗോരിതത്തിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ് അല്ലേ. കൃത്യമായിട്ടുള്ള ഡേറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ക്രിയാമാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് ഉത്തരം കണ്ടെത്തുന്ന ഒരു നടപടിക്രമങ്ങളെയാണ് എന്ത് പറയുന്നത്, അൽഗോരിതം എന്ന് പറയുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിലാണ് ഡൗൺ സിൻഡ്രോം എന്ന വൈകല്യം ഉൾപ്പെടുന്നത്? കാഴ്ച പരിമിതി, കേൾവിക്കുറവ്, പഠന വൈകല്യം, ബുദ്ധിമാന്ദ്യം. ഡൗൺ സിൻഡ്രോം ഇതിലായിരിക്കും വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ, ബുദ്ധിമാന്ദ്യമാണ്. ഇപ്പം ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കോശങ്ങൾ 23 ജോഡി ക്രോമസോമുകളാണുള്ളത് അല്ലേ. ഈ ഡൗൺ സിൻഡ്രോം ഉള്ളവരിൽ 21ാം ക്രോമസോം ജോഡിയിൽ ഒരു ക്രോമസോം അധികമായിട്ടുണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതിപ്പം ഈ ഡൗൺ സിൻഡ്രോം വരുന്നവർക്ക് പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഒന്നാണ് എന്ത്, ബുദ്ധിമാന്ദ്യം കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഉണ്ടായെന്ന് വരാം. 9ാമത്തെ ക്വസ്റ്റ്യൻ, പഠന വൈകല്യമുള്ള കുട്ടികളെ തിരിച്ചറിയുന്നതിന് താഴെ കൊടുത്തിരിക്കുന്ന ഏത് മാർഗമാണ് അഭികാമ്യം? നിരീക്ഷണം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് എന്ത് പറയാം, മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം പറയാം അല്ലേ. പഠന വൈകല്യമുള്ള കുട്ടികളെ തിരിച്ചറിയാൻ ഏതൊക്കെ മാർഗം ഉപയോഗിക്കാം? നിരീക്ഷണം ഉപയോഗിക്കാം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉപയോഗിക്കാം, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഇതെല്ലാം ഉപയോഗിക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ, സ്വയം ചോദ്യങ്ങൾ ചോദിക്കൽ, ഉറക്കെ ചിന്തിക്കൽ, ചിന്തകളുടെ ചിത്രീകരണം എന്നീ പ്രക്രിയകൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രതിഫലനാത്മക ചിന്ത, റിഫ്ലക്റ്റീവ് തിങ്കിങ്, അതീത ചിന്ത, മെറ്റാ തിങ്കിങ്, അപഗ്രഥന ചിന്ത, അനലിറ്റിക്കൽ തിങ്കിങ്, ആഗമന ചിന്ത, ഇൻഡക്റ്റീവ് തിങ്കിങ്. ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിച്ചിട്ട് വേണം നമ്മൾ ആൻസറിലേക്ക് പോകാൻ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അതീത ചിന്ത അല്ലെങ്കിൽ മെറ്റാ തിങ്കിങ് ആണ്. അതീത ചിന്തയെ നമുക്ക് മെറ്റാ തിങ്കിങ് എന്നോ മെറ്റാ കൊഗ്നിഷൻ എന്നോ ഒക്കെ പറയാം. 1970 ജോൺ ഫ്ലാവൽ കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ ഒരു മെറ്റാ കൊഗ്നിഷൻ അല്ലെങ്കിൽ അതീത ചിന്ത എന്ന് പറയുന്നത്. അതീത ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വ്യക്തി തൻ്റെ ചിന്താരീതികളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയും അവ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. പ്രധാനമായിട്ടൊരു 4 ഘട്ടങ്ങളാണ് ഈ ഒരു മെറ്റാ കൊഗ്നിഷൻ ഉള്ളത്. ഒന്നാമത്തെയാണ് സ്വയം അവബോധം എന്ന് പറയുന്നത്. സ്വയം അവബോധം എന്ന് പറഞ്ഞാൽ എന്താ, താൻ എന്താണ് ചിന്തിക്കുന്നതെന്നും തൻ്റെ മനസ്സിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്നും ഒരു മനുഷ്യൻ സ്വയം ചിന്തിക്കുന്നതിനെയാണ് സ്വയം അവബോധം എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് വൈജ്ഞാനിക തന്ത്രങ്ങളുടെ ഉപയോഗം. അതായത് പഠിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുന്നിട്ടുള്ള തന്ത്രങ്ങൾ, ആ തന്ത്രങ്ങളെ എന്ത് ചെയ്യുന്നു, തിരിച്ചറിയുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെയാണ് ചിന്തയെ നിരീക്ഷിക്കുക. അതായത് തൻ്റെ ചിന്തകളെ എന്ത് ചെയ്യുന്നു, ഒരു പുറത്തുനിന്നുള്ള വ്യക്തിയെ പോലെ തൻ്റെ ചിന്തയെ നിരീക്ഷിക്കുന്നു. നാലാമത്തെയാണ് ചിന്തകളെ നിയന്ത്രിക്കൽ. അതായത് അനാവശ്യ ചിന്തകളെ തള്ളിക്കളയുകയും ഉപയോഗപ്രദമായിട്ടുള്ള ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം ഇത്തരത്തിൽ മെറ്റാകൊഗ്നിഷന് 4 ഘട്ടങ്ങൾ. 1 സ്വയം അവബോധം, 2 വൈജ്ഞാനിക തന്ത്രങ്ങളുടെ ഉപയോഗം, 3 ചിന്തയെ നിരീക്ഷിക്കുക, 4 ചിന്തകളെ നിയന്ത്രിക്കുക. അതുപോലെ മറ്റൊരു കാര്യമാണ് ഈ ഇത്തരത്തിലുള്ള അതീത ചിന്ത അല്ലെങ്കിൽ മെറ്റാകൊഗ്നിഷൻ പ്രോത്സാഹിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യന് വന്നിട്ടുള്ളത്. അതിനകത്ത് ഒന്നാണ് സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മൾ ആൾറെഡി പറഞ്ഞു, നമ്മളോട് തന്നെ എന്ത് ചെയ്യുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. നമ്മുടെ ചിന്തകൾ എന്തെല്ലാമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. അതേപോലെ ഉറക്കെ ചിന്തിക്കൽ. ഉറക്കെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ശക്തമായിട്ട് ചിന്തിക്കുകയാണ്. നമ്മുടെ ചിന്താരീതികൾ എന്തെല്ലാമാണ്, നമ്മളുടെ ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കാം, എങ്ങനെ നിരീക്ഷിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നു. അതേപോലെ ആശയങ്ങളുടെയും ചിന്തകളുടെയും ചിത്രീകരണം നടത്തുന്നു. അത് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ കൺസെപ്റ്റ് മാപ്പ് നമുക്ക് ഉദാഹരണം പറയാം, ഫ്ലോ ചാർട്ട്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, വെച്ചുകൊണ്ട് ആശയങ്ങളുടെയും ചിന്തകളുടെയും ചിത്രീകരണം നടത്തുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രീകരണത്തിലൂടെയും ഉറക്കെ ചിന്തിക്കുന്നതിലൂടെയും സ്വയം ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെയൊക്കെ എന്ത് ചെയ്യാം, അതീത ചിന്ത മെറ്റാകൊഗ്നിഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. 11ാമത്തെ ക്വസ്റ്റ്യൻ, വൈകി ക്ലാസ്സിലെത്തിയ അതുൽ പഠന പ്രക്രിയയിൽ പങ്കാളിയായില്ല. അവൻ നഖം കടിക്കുകയും തല ചൊറിയുകയും കാലിളക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അവൻ്റെ ഇത്തരം പെരുമാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ്? വൈകാരിക വിക്ഷോഭം, ഇമോഷണൽ ഡിസ്റ്റർബൻസ്, ശാരീരിക വൈഷമ്യം, ഫിസിക്കൽ ഇൽനെസ്, അനുസരണക്കേട്, ഡിസൊബീഡിയൻസ് ടു ദ ടീച്ചർ, പഠന വൈകല്യം, ലേണിംഗ് ഡിസബിലിറ്റി. എന്തായിരിക്കും?
പഠന വൈകല്യമല്ല, അനുസരണക്കേടല്ല, ശാരീരിക വൈഷമ്യമല്ല. നമുക്ക് ഉത്തരം ഏത് പറയാം? വൈകാരിക വിക്ഷോഭം പറയാം അല്ലെ, ഇമോഷണൽ ഡിസ്റ്റർബൻസ് പറയാം. ഒരു കുട്ടി വ്യത്യസ്ത ഇമോഷൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ അവന് നമുക്ക് എന്ത് പറയാം? വൈകാരിക വിക്ഷോഭമാണ് അവരിൽ പ്രകടമാകുന്നത് പറയാം. അപ്പോൾ ഇവിടെ ആ കുട്ടി അതിൽ എന്ത് ചെയ്യുന്നില്ല, വൈകിയാണ് അവൻ ആൾറെഡി ക്ലാസ്സിലെത്തിയത്, അവൻ നഖം കടിക്കുന്നുണ്ട്, തല ചൊറിയുന്നുണ്ട്, കാലിളക്കുന്നുണ്ട്, അവനിങ്ങനെ പല രീതിയിലുള്ള വികാര വിക്ഷോഭങ്ങളാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അവൻ്റെ വൈകാരിക വിക്ഷോഭമാണ്, അവന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ടീച്ചർ എന്താണ് കാരണമെന്ന് മനസ്സിലാക്കണം, അതിനുള്ള റെമഡി പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അതിനുള്ള റെമഡി നമ്മൾ കണ്ടെത്തണം. 12ാമത്തെ ക്വസ്റ്റ്യൻ, പൊതു തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പഠന രീതിയാണ് ഡാഷ്. ആഗമന രീതി ഇൻഡക്റ്റീവ് മെത്തേഡ്, നിഗമന രീതി ഡിഡക്റ്റീവ് മെത്തേഡ്, അപഗ്രഥന രീതി അനലിറ്റിക്കൽ മെത്തേഡ്, പരീക്ഷണ രീതി എക്സ്പെരിമെന്റൽ മെത്തേഡ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് അല്ലെ, നിഗമന രീതി അല്ലെങ്കിൽ ഡിഡക്റ്റീവ് മെത്തേഡ് ആണ്. നമ്മൾ 10,000 പ്രാവശ്യം പഠിച്ചതാണ്. ആദ്യം തിയറി അല്ലെങ്കിൽ ഒരു നിയമം അവതരിപ്പിക്കുന്നു, പിന്നെ സന്ദർഭങ്ങളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും ആശയം വിശദമാക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡിഡക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ നിഗമന രീതി എന്ന് പറയുന്നത്. ഇതൊരു അധ്യാപക രീതിയാണ് അല്ലെങ്കിൽ അധ്യാപക കേന്ദ്രീകൃത രീതിയാണെന്ന് നമുക്ക് പറയാം അല്ലെ. കുട്ടി സ്വയം എന്ത് ചെയ്യുന്നു, പുതിയ അറിവിലേക്ക് നയിക്കപ്പെടുകയല്ല ഇവിടെ ചെയ്യുന്നത്. ഈ രീതിയിൽ വിനിമയം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ എന്ത് ചെയ്യുന്നു, മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവയായിരിക്കും അല്ലെ. വ്യവഹാരവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതി പിന്തുടരുന്ന ഒരു ക്ലാസ് മുറിയിൽ ഇത്തരത്തിലുള്ള ഒരു നിഗമന രീതിയാണ് പ്രയോജനപ്പെടുത്തുക. 13ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രതിപാദനരായ കുട്ടികൾക്ക് അനുയോജ്യമായ പ്രവർത്തനം ഏതാണ്? പോഷണ പരിപാടികൾ, എൻറിച്ച്മെന്റ് പ്രോഗ്രാംസ്, ഇരട്ട സ്ഥാനക്കയറ്റം ഡബിൾ പ്രൊമോഷൻ, പ്രത്യേക ക്ലാസുകൾ, സ്പെഷ്യൽ ക്ലാസ്, മുകളിൽ സൂചിപ്പിച്ചവയല്ല, ആൾ ദി അബോവ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? അതെ, നിങ്ങളുടെ ഉത്തരം ശരിയാണ്, മുകളിൽ സൂചിപ്പിച്ചവയെല്ലാമാണ്. അതായത് ഒരു പ്രതിപാദനരായ കുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക്, ഗിഫ്റ്റഡ് ചിൽഡ്രൻസിന് കൊടുക്കാൻ പറ്റിയ അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനമാണ് ഇതെല്ലാം അല്ലേ. പോഷണ പരിപാടികൾ കൊടുക്കാം, സ്ഥാനക്കയറ്റം കൊടുക്കാം, പ്രത്യേക ക്ലാസുകൾ കൊടുക്കാം. ഓക്കെ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പൂവിൻ്റെ വിവിധ ഭാഗങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് പഠിപ്പിക്കുമ്പം ആദ്യം പൂവ് മുഴുവനായും കാണിക്കുകയും പിന്നീട് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണിച്ച് അവയെപ്പറ്റി വിശദീകരിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. ഈ പ്രസ്താവന ഏതുതരം പഠനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 4 ഓപ്ഷൻസ് നോക്കുക. ഉൾക്കാഴ്ച പഠനം ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, സഹകരണാത്മക പഠനം കോപ്പറേറ്റീവ് ലേണിംഗ്, നിരീക്ഷണ പഠനം ഒബ്സർവേഷണൽ ലേണിംഗ്. ഇതൊന്നുമല്ല, നൺ ഓഫ് ദിസ്. അത് ഏതായിരിക്കും? യെസ്, നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്. ഉൾക്കാഴ്ച പഠനം അല്ലെങ്കിൽ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തി ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം അല്ലെങ്കിൽ പുതിയൊരു ആശയം പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു പഠന രീതിയാണ്. ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം അല്ലെങ്കിൽ പുതിയൊരു ആശയം, ഒരു കൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കപ്പെടുന്ന ഒരു പഠന രീതിയാണ് ഉൾക്കാഴ്ച പഠനം എന്ന് പറയുന്നത്. ഉള്ളുകൊണ്ട് ചിന്തിക്കുന്നു അല്ലെ, ഉള്ളുകൊണ്ട് കാണുന്ന ഒരു പഠനം, അത്തരത്തിലൊന്ന് ഡീപ്പ് ലെവലിൽ പഠിക്കുന്നതിനെയാണ് ഉൾക്കാഴ്ച പഠനം എന്ന് പറയുന്നത്. അപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുട്ടി ഒരു ജിഗ്സോ പസിൽ ചെയ്യാൻ പോകാന്ന് വിചാരിച്ചോ. അപ്പം അവൻ അതിൻ്റെ ഓരോ പാർട്സും വെവ്വേറെ പരിശോധിക്കുന്നതിന് പകരം അവൻ എന്ത് ചെയ്യുന്നു, അതിന് മൊത്തത്തിലുള്ളൊരു ചിത്രം കാണാൻ ശ്രമിക്കുകയാണ്, അങ്ങനെ കരുതുക. അപ്പം പെട്ടെന്ന് അവൻ ആ ഒരു പസിൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് മനസ്സിലാവും അല്ലേ. ഉൾക്കാഴ്ച പഠനത്തിൻ്റെ സവിശേഷതകളാണ് ഇതെല്ലാം. പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, പഴയ അറിവുമായിട്ട് പുതിയ വിവരങ്ങളെ ബന്ധിപ്പിക്കാൻ പറ്റും, സമഗ്രമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഉൾക്കാഴ്ച പഠനം എന്ന് പറയുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ 2 എയും ബിയും 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്വപ്രയത്നത്താൽ എത്തിച്ചേരാവുന്ന നില, മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാവുന്ന ഉയർന്ന നില. നമുക്കറിയാം, ഒരു മനഃശാസ്ത്ര ആശയത്തിൻ്റെ ചിത്രീകരണമാണ്. ഏതാണ് ആശയം? ഏതാണ്? കൈത്താങ്ങാണോ? സ്കഫോൾഡിംഗ് ആണോ? മാനസിക പ്രതിനിധാന ഘട്ടമാണോ? സ്റ്റേജ് ഓഫ് മെൻ്റൽ റിപ്രസെൻറ്റേഷൻ ആണോ? സമീപസ്ഥ വികാസ മണ്ഡലം സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ആണോ? ഔപചാരിക മനോവ്യാപാര ഘട്ടം ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണോ? നമുക്കറിയാം ZPD ആണല്ലേ, വൈഗോട്സ്കിയുടെ കൺസെപ്റ്റ് ആണ് ZPD എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും നിലവിലുള്ള കഴിവിനനുസരിച്ചിട്ട് സ്വപ്രയത്നത്താൽ എത്തിച്ചേരാവുന്ന ഒരു നിലയും മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാവുന്ന ഒരു ഉയർന്ന നിലയും ഉണ്ട്. ഈ 2 നിലകൾക്കും ഇടയിലുള്ള മണ്ഡലത്തെയാണ് വികാസത്തിന്റെ സമീപസ്ഥ മണ്ഡലം അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പത്രവാർത്ത, ട്രെയിൻ അപകടത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ട ഉത്തർപ്രദേശുകാരിയായ അരുണിമ സിൻഹ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. താഴെ കൊടുത്തിരിക്കുന്ന ഏത് സമായോജന തന്ത്രവുമായി ഈ നേട്ടത്തെ ബന്ധപ്പെടുത്താം? യുക്തീകരണമുണ്ട്, റാഷണലൈസേഷൻ ഉണ്ട്, ഉദാത്തീകരണം സബ്ലിമേഷൻ, അനുപൂരണം കോമ്പൻസേഷൻ, പ്രക്ഷേപണം പ്രൊജക്ഷൻ. ഏതാണ്?
ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ ആണ്. അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്തുള്ള ശക്തിയിലൂടെ മറക്കാൻ ശ്രമിക്കുന്ന ഒരു തന്ത്രമാണ് ഏതെന്ന് പറയുന്നത്? അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. ട്രെയിൻ അപകടത്തിൽ ഒരു കാല് നഷ്ടപ്പെടുകയാണ് അല്ലെ. അരുണിമ സിൻഹ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ, ആരാണെന്ന് അറിയില്ല, തള്ളിയിടുകയാണ് ചെയ്യുന്നത്. തള്ളിയിടുന്ന സമയത്ത് ട്രെയിനിന്റെ ട്രാക്കിൽ വന്ന് വീഴുകയും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എഴഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ട്രെയിൻ എത്താറായ സമയത്ത് എഴഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ പാളത്തിന് അപ്പുറത്തേക്ക് എടുത്ത് എങ്ങനെയോ ബോഡി എടുത്ത് അപ്പുറത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അരുണിമ സിൻഹ. ആ സമയത്ത് ഒരു കാല് പാളത്തിലായി പോവുകയും ട്രെയിൻ വന്ന് കയറിയിട്ട് ആ ഒരു കാല് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയൊക്കെ ചെയ്യുന്ന നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. യഥാർത്ഥം നടന്നൊരു സംഭവമാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഉത്തർപ്രദേശുകാരായിട്ടുള്ള അരുണിമ സിൻഹ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി അല്ലേ. അപ്പോൾ അവർ കാല് പോയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ആ ഒരു എവറസ്റ്റ് കൊടുമുടി കീഴടക്കി എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതൊരു സമായോജന തന്ത്രം, താഴെ പറഞ്ഞാൽ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമായോജന തന്ത്രമാണ് എന്ന് പറയുന്നത് അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഒരു രംഗത്തുള്ള പോരായ്മ, അപ്പം രണ്ട് കാലുണ്ടായിട്ട് നമുക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഒരു പോരായ്മയാണ്. അപ്പം അവർ ആ ഒരു കഴിവ് അവിടെ പ്രകടമാക്കി, ഒരു കാലില്ലെങ്കിലും അല്ലെ, ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്തുള്ള ശക്തിയിലൂടെ എന്ത് ചെയ്യുന്നു, മറക്കാൻ ശ്രമിക്കുന്ന ആ ഒരു തന്ത്രമാണ് അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്ക് അനുയോജ്യമല്ലാത്ത പ്രവർത്തനം ഏത്? 4 ഓപ്ഷൻസ് നോക്കി. അനുയോജ്യമല്ലാത്ത പ്രവർത്തനമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്കാണ് അനുയോജ്യമല്ലാത്ത പ്രവർത്തനം. അനുരൂപീകരണം നടത്തിയ പാഠാസൂത്രണം, പരിഹാരബോധന പ്രവർത്തനങ്ങൾ, പരിപോഷണ പഠന സാമഗ്രികൾ, റിസോഴ്സ് അധ്യാപകരിൽ നിന്നുള്ള സഹായം. ഉത്തരം കിട്ടിയല്ലോ. ഓപ്ഷൻ സി ആണ്, പരിപോഷണ പഠന സാമഗ്രികളാണ് അല്ലെ. എൻറിച്ച്ഡ് ലേണിംഗ് മെറ്റീരിയൽസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ അനുരൂപീകരണം നടത്തിയ പാഠാസൂത്രണവും അതേപോലെ പരിഹാരബോധന പ്രവർത്തനങ്ങളും റിസോഴ്സ് അധ്യാപകരിൽ നിന്നുള്ള സഹായവും ഒക്കെ പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്കുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഒരു ആവശ്യ ഘടകങ്ങളാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഭാഷണ വൈകല്യം അല്ലാത്തത് ഏതാണ് എന്നാണ്. കൊഞ്ഞ ലിസ്പിംഗ്, കൊഞ്ചൽ ബേബി ടോക്ക്, അവ്യക്ത ഭാഷണം സ്റ്റട്ടറിങ്, വിക്ക് സ്റ്റട്ടറിങ് ആൻഡ് സ്റ്റാമറിങ്. ഏതാണ്? ബേബി ടോക്ക് ആണല്ലേ. കൊഞ്ചലാണ്. കൊഞ്ചൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭാഷണ വൈകല്യമല്ല, ബാക്കിയെല്ലാം എന്താ, ഭാഷണ വൈകല്യങ്ങളാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സാമൂഹിക വികാസത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഘടകം ഏത്? കുടുംബമാണ്, സമസംഘമാണ്, സമൂഹമാണ്, ബന്ധുക്കളാണ്? അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. സമസംഘമാണ് അല്ലേ. എന്തുകൊണ്ടാണ് സമസംഘം വന്നത് അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് വന്നത്? 6 മുതൽ 12 വരെ അന്ത്യബാല്യം എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് കുട്ടികൾ നിൽക്കുന്നത് അല്ലേ. ഈ സമയത്ത് നമുക്കറിയാം 6ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 1ാം ക്ലാസ്സിൽ കുട്ടിയെ കൊണ്ടുപോയി ചേർക്കുന്ന സമയമാണ്. 12 വയസ്സെന്ന് പറയുമ്പം ഏകദേശം കുട്ടി ഒരു 7ാം ക്ലാസ് വരെ എത്തി. അപ്പോൾ LP UP ഘട്ടമാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ കൂടെ ഉള്ളത് ആരാണ്? അവരുടെ സമപ്രായക്കാരാണ് അല്ലേ. അപ്പം കുട്ടികളുടെ സ്കൂൾ ജീവിതം ആരംഭിക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ കൂട്ടുകാരോടൊത്ത് കുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ്മെൻറ്റ് പഠിക്കുന്ന ഒരു സംഭവമാണ്, ഒരു ഘട്ടമാണത്. ആത്മബോധം അതുപോലെ തന്നെ സദാചാരബോധം അതൊക്കെ വികസിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഒരു സമൂഹ വിധേയത്വം വളരുന്ന ഒരു ഘട്ടമാണ്. സാമൂഹിക ഘടനകളോടും അതുപോലെ തന്നെ സ്ഥാപനങ്ങളോടും സവിശേഷമായിട്ടുള്ളൊരു മനോഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടമൊക്കെയാണ് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ സാമൂഹിക വികാസത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഘടകം ആര് തന്നെയാണ്? സമസംഘമാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, വലുതാകുമ്പോൾ ഒരു പൈലറ്റ് ആകണമെന്നാണ് കിരണിൻ്റെ ആഗ്രഹം. അതിനെക്കുറിച്ച് അവൻ കൂട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ പറയാറുണ്ട്. എറിക്സണിൻ്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്തം അനുസരിച്ച് കിരൺ ഏത് വികാസ ഘട്ടത്തിലാണ്? ഓപ്ഷൻസ് നോക്കുക. സൗഹൃദം വേഴ്സസ് ഒറ്റപ്പെടൽ, അധ്വാനശീലം വേഴ്സസ് അപകർഷതാബോധം, വിശ്വാസം വേഴ്സസ് അവിശ്വാസം, ആത്മരൂപവൽക്കരണം വേഴ്സസ് ആശയക്കുഴപ്പം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആത്മരൂപവൽക്കരണം വേഴ്സസ് ആശയക്കുഴപ്പം, ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ. എറിക്സണിന്റെ സൈക്കോ സോഷ്യൽ തിയറി നമ്മൾ പഠിച്ചാണ് അല്ലെ. മനോവികാസ സിദ്ധാന്തം, മനോസാമൂഹിക വികാസ സിദ്ധാന്തം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട 8 ഘട്ടങ്ങൾ നമ്മൾ ആൾറെഡി പഠിച്ചതാണ്, എങ്കിൽ ഒന്ന് ഓടിച്ചിട്ട് പറയാം. ആ ഒന്നാമത്തെയാണ് പ്രാഥമിക വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം അല്ലെ. ബേസിക് ട്രസ്റ്റ് വേഴ്സസ് ബേസിക് മിസ്ട്രസ്റ്റ്. ഒരു വയസ്സ് തൊട്ടുള്ള കാലമാണ് എന്ന് പറയുന്നത്. ആദ്യ കൊല്ലത്തെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ ലോകത്തിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് ഒരു പ്രാഥമിക ധാരണ ശിശുവിൽ ഉടലെടുക്കുന്ന ഒരു ഘട്ടമാണ്. ആവശ്യങ്ങളൊക്കെ സുഖമായിട്ട് നിറവേറ്റപ്പെടുകയും ആഹ്ലാദകരമായ തരത്തിൽ സ്നേഹവും പരിചരണവും ഒക്കെ ലഭിക്കുകയും ചെയ്താൽ ലോകത്തെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള ബോധം കുട്ടിയിൽ ഉണ്ടാകുമെന്ന് പറയുന്നൊരു ഘട്ടമാണ്. രണ്ടാമത്തെയാണ് ശാസ്ത്രീയത അല്ലെങ്കിൽ ചാള്യതയും സംശയവും, ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. 1 മുതൽ 3 വയസ്സ് വരെയുള്ള ഒരു ഘട്ടമാണ്
തന്നെ നിയന്ത്രിക്കുന്നതിനുള്ള കഴിവ് ആദ്യമായിട്ട് പരീക്ഷിക്കപ്പെടുന്നത് കുട്ടി മലവിസർജനത്തിൻ്റെ ആ ഒരു നിയന്ത്രണങ്ങൾ വരുമ്പോൾ ആണ് പഠിച്ചിട്ടുണ്ട്. ഇതിൽ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വികാരമാണ് കുട്ടിയിൽ ജാള്യത എന്ന് പറയുന്നത്. തൻ്റെ ദൗർബല്യങ്ങൾ മറ്റുള്ളവർ അറിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അടക്കി നിർത്തൽ, സ്വന്തമാക്കി വെക്കൽ, വിട്ടുകൊടുക്കാനുള്ള മനസ്സിലായ്മ. ഈ ശീലമൊക്കെ ഒരു വശത്തും കളയൽ, കൊടുക്കൽ, ഉദാരത, ധാരാളിത്തം, ദൂർത്ത് എന്നീ ശീലങ്ങൾ ഒരു വശത്തുമായിട്ട് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് കുട്ടി മുതിരുന്ന ഒരു ഘട്ടമാണ് 1 മുതൽ 3 വയസ്സ് വരെയുള്ള ഘട്ടം എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് മുൻകൈ എടുക്കൽ, കുറ്റബോധം, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽഡ്. 3 മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു കാലമാണ്. ശാരീരികവും ബുദ്ധിപരവും ഭാഷാപരമായിട്ടുള്ള വികാസമൊക്കെ സാധിക്കുന്ന ഒരു കുട്ടി സ്വന്തമായിട്ട് പലതും ചെയ്തു തുടങ്ങുകയും കൂടുതൽ ഉഷാറാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ സാഹസികമായ അത്രയൊന്നും ഉറപ്പില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനും കുട്ടി ശ്രമിക്കും. ഈ ഒരു ഘട്ടത്തിലാണ് വ്യക്തിത്വത്തിൽ സദാചാരത്തിൻ്റെതായിട്ടൊരു തല ഉണ്ടാകുന്നതായിട്ട് പറയുന്നത്. നാലാമത്തെയാണ് ഊർജ്ജസ്വലത അല്ലെങ്കിൽ അപകർഷത, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ്. മുതിർന്നവരുടെ ലോകത്ത് നിന്നും കുട്ടികൾ എന്ത് ചെയ്യുന്നു, സമപ്രായക്കാരുടെ ലോകത്തെത്തുന്നു. അങ്ങനെ അതാണ് പ്രധാന പ്രത്യേകത. ഈ ഒരു ഘട്ടത്തിൽ വെച്ചാണ് സ്കൂൾ കുട്ടിയുടെ ജീവിതത്തിൽ പ്രധാനത്തോടെ എത്തിച്ചേരുന്നത്. മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടാനും സഹകരണ മനോഭാവത്തോടെ പ്രവർത്തിക്കാനും അവരുടെ അംഗീകാരം നേടിയെടുക്കാനൊക്കെ കഴിയണം. ഇതിലൊക്കെ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ഭാവമാണ് അപകർഷത, അല്ലേ? ഒന്നുകിൽ ഉണർവും ആത്മവിശ്വാസവും പ്രതീക്ഷകളും, അല്ലെങ്കിൽ അപകർഷത. ഇവ രൂപപ്പെടുന്നതിൽ വിദ്യാലയ അന്തരീക്ഷത്തിനും അനുഭവങ്ങൾക്കും വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഉള്ളതെന്നാണ് എറിക്സൺ പറയുന്നത്. അഞ്ചാമത്തെയാണ് സ്വബോധം വേഴ്സസ് റോൾ സംശയങ്ങൾ, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. കൗമാരകാലമാണ്. 12 മുതൽ 18 വയസ്സുള്ള ഒരു കാലഘട്ടമാണ് ഇതെന്ന് പറയുന്നത്. കൗമാരകാലത്തെ അസ്തിത്വ പ്രതിസന്ധികളെക്കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകളാണ് എറിക്സന്റെ സിദ്ധാന്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിട്ടാണ് ഇതിനെ കാണുന്നത്. ശാരീരികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങുകയും ലൈംഗികമായിട്ട് പക്വത ഉണ്ടായി വരികയും ബുദ്ധിപരമായിട്ടുള്ള വികാസം സാധ്യമാവുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ഘട്ടമാണിത്. അതൊക്കെ ചെയ്യുന്നതോടുകൂടി കുട്ടിക്കാലത്തോട് വിട പറയുന്ന ഒരാളെന്ന നിലയിൽ മുതിർന്നവരോട്ട് എത്തിയിട്ടുമില്ല, അല്ലെങ്കിൽ മുതിർന്ന ആളായിട്ടുമില്ല, എന്നാൽ കുട്ടിയുമല്ല. ആ ഒരു കാലഘട്ടം, ആ സമയത്ത് അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് സംശയങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവാറുണ്ട് കുട്ടിക്ക്. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊരു കൗമാരകാലം എന്നാണ് വല്ലാത്തൊരു കാലഘട്ടമാണ്, അല്ലേ? അപ്പോൾ കുട്ടിക്ക് ഒരുപാട് എന്താ പറയുക, ഐഡന്റിറ്റിയിൽ ഉണ്ടാകുന്ന ഒരുപാട് കൺഫ്യൂഷനുകളും വലുതാകുമ്പോൾ എന്തായി തീരും, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചതാകുമോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളും അങ്ങനെ ആകണം എന്നുള്ള ചിന്തയും ഒക്കെ ഉടലെടുക്കുന്ന ഒരു കാലഘട്ടമാണ് കൗമാരകാലം. അത് ക്ഷോഭത്തിൻ്റെ സ്പർദ്ധയുടെ കാലം എന്നൊക്കെ ഹള്ളൊക്കെ വിശേഷിപ്പിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ സ്വന്തം ജീവിതത്തിന് ഒരു അർത്ഥം സൃഷ്ടിക്കാനും തൻ്റെ റോൾ എന്താണെന്ന് തിരിച്ചറിയാനും സാധിക്കലാണ് ഈ ഒരു പ്രായത്തിൽ കുട്ടിക്ക് പ്രധാനമായിട്ടും ഉണ്ടാവേണ്ടത്. ഇതിന് കഴിയാതെ വരുമ്പോൾ ജീവിതം അർത്ഥശൂന്യമായിട്ട് അനുഭവപ്പെടുകയും തന്നെക്കുറിച്ച് ലോകത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ വ്യക്തിത്വത്തെ ഭരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ കൗമാരകാലം, അല്ലെങ്കിൽ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. ആറാമത്തെ ഘട്ടമാണ് ആഴത്തിലുള്ള അടുപ്പം അല്ലെങ്കിൽ ഒറ്റപ്പെടൽ, ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ഒരു ഘട്ടമാണ് യൗവനമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കൗമാരത്തിലുണ്ടായി വന്നിട്ടുള്ള സ്വാബോധത്തെ മറ്റുള്ളവരുടേതുമായി ലയിപ്പിക്കാനുള്ള വെമ്പലാണ് യൗവനത്തിലെത്തുന്ന ഒരാളുടെ മാനസിക ഭാവം. ആഴത്തിലുള്ള അടുപ്പങ്ങളിൽ ഒരാൾ സ്വയം നഷ്ടപ്പെടുന്നു. സ്നേഹത്തിൻ്റെയും സ്വകാര്യതയിൽ, ലൈംഗികമായ കൂടിച്ചേരൽ, ഉറ്റ സൗഹൃദങ്ങളിൽ, ഹൃദയപൂർവ്വമായിട്ടുള്ള അനുഭവങ്ങളിൽ പക്വമായ സ്വഭാവബോധം ഉണ്ടായി വന്നിട്ടുള്ളവർക്ക് മാത്രമേ തൻ്റെ ശക്തിയും ദൗർബല്യങ്ങളും മറ്റൊരാൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനും മറയില്ലാതെ അടുക്കാനും കഴിയുകയുള്ളൂ. മറ്റുള്ളവരാകട്ടെ സ്വയം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളെ ഭയക്കുകയും ഏകാന്തമായ പാതകൾ സ്വീകരിക്കാൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്നു. ഏഴാമത്തെയാണ് സൃഷ്ടി വേഴ്സസ് മുരടിപ്പ്, ജനറേറ്റീവ് വേഴ്സസ് സ്റ്റാഗ്നേഷൻ. മധ്യവയസ്സാണ്. 35 മുതൽ 60 വയസ്സുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് എറിക്സൺ ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. അതുവരെയും തൻ്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് തൻ്റെ അനുഭവങ്ങളുടെയും മാനസികാവസ്ഥയുടെയും ഫലമായ ഒരു സാവബോധം വളർത്തിയെടുക്കുന്നതോടെ കുട്ടിക്കാലവും കൗമാരവും അവസാനിച്ച് പക്വതയുടെ തലത്തിൽ എത്തിച്ചേരുന്നു. മധ്യവയസ്സിലാവട്ടെ തൻ്റെ കാര്യങ്ങളെക്കാൾ കൂടുതൽ ഒരാൾ പ്രാധാന്യം കൊടുക്കുന്നത് പുതിയ തലമുറയെ സൃഷ്ടിക്കുകയും വളർത്തിക്കൊണ്ട് വരികയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനാണ്. തൻ്റെ അറിവ് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക, പുതിയ അറിവ് സൃഷ്ടിക്കൽ, സർഗാത്മകതയുടെ പുതിയ മേഖലകൾ വ്യാപരിക്കൽ, കാര്യക്ഷമവും പക്വമായ രീതിയിൽ തൊഴിൽ ചെയ്യൽ, ഈ ഒരു ഘട്ടത്തിൻ്റെ ആരോഗ്യകരമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെയാണ്, ഈ ഒരു പ്രത്യേകതകളൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ വരുന്നത്. മനസന്തുലനം വേഴ്സസ് തളർച്ച, ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ ആണ് എട്ടാമത്തെ ഘട്ടം. വാർദ്ധക്യം ആയിട്ടുള്ള 60 വയസ്സിന് ശേഷമുള്ളൊരു ഘട്ടമാണ്. കുട്ടിക്കാലത്ത് മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുക, കൗമാരകാലത്ത് ജീവിതത്തിന് അർത്ഥപൂർണമായ ദിശകൾ ഉണ്ടായി വരിക, മറക്കാനാവാത്ത ആത്മബന്ധങ്ങളിൽ യൗവനത്തിൻ്റെ അത്യപൂർവമായ ഒരു പച്ചപ്പ് ലഭിക്കുക, ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ കൊണ്ടാവും വിധ സംഭാവനകൾ നൽകുകയും പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ സാഫല്യം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു മധ്യവയസ്സുണ്ടാകുക. ഇങ്ങനെ ഒരാൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഏറ്റവും പക്വവും ഏറ്റവും ശാന്തവും ഏറ്റവും അർത്ഥപൂർണവുമായ
മാനസികാവസ്ഥയിലാണ് എത്തുന്നത്. അതുവരെയുള്ള സന്ദേഹങ്ങൾ ഒഴിഞ്ഞു മാറുകയും ലോകത്തിനും ജീവിതത്തിനുമൊക്കെ പുതിയ ചില അർത്ഥങ്ങൾ ഉണ്ടായി വരികയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഇറിക്സന്റെ അവസാനത്തെ ഘട്ടമായ മനസ്സന്തുലനം വേഴ്സസ് തളർച്ച, ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ എന്ന് പറയുന്നൊരു ഘട്ടം. 21ാമത്തെ ക്വസ്റ്റ്യൻ. ശാലിനിക്ക് ജന്മന കൈകാലുകൾക്ക് ചലനശേഷി കുറവാണ്. മറ്റു കുട്ടികളെ പോലെ ഓടിച്ചാടി കളിക്കാൻ കഴിയുമായിരുന്നില്ല. മുതിർന്നപ്പോൾ ശാലിനി അന്തർമുഖയായി മാറിയെന്നാണ് പറയുന്നത്. ഇവിടെ ശാലിനിയുടെ പ്രശ്നം ഏത് വികസന തത്വവുമായിട്ട് ബന്ധപ്പെടുത്താം? വികസനത്തിൽ വ്യക്തിവ്യത്യാസങ്ങളുണ്ട്, വികസനം പ്രവചനീയമാണ്, വികസനം സഞ്ചിത സ്വഭാവത്തോടു കൂടിയതാണ്, വിവിധ മേഖലകളുടെ വികസനം പരസ്പരം ബന്ധിതമാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. വിവിധ മേഖലകളുടെ വികസനം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വളർച്ചയും വികാസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചതാണ്. ഇപ്പം ബൗദ്ധികം, ശാരീരികം, വൈകാരികം, സാമൂഹികം തുടങ്ങിയ ആ മേഖലകളിലെ വികാസങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ? ശാരീരികാരോഗ്യം മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യത്തെയും മെച്ചപ്പെടുത്തുമെന്നാണ് ഈ ഒരു ഘട്ടം സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പം മാനസികമായിട്ട് എന്തെങ്കിലും തളർച്ച വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് ബാധിക്കുന്നു അല്ലേ? നമുക്ക് ശാരീരികപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു എന്ത് ചെയ്യുന്നു? അത് നമ്മളെ മാനസികമായിട്ടും ബാധിക്കുന്നു. 22ാമത്തെ ക്വസ്റ്റ്യൻ. പക്ഷപാതം കാണിച്ച അധ്യാപികയെ ചോദ്യം ചെയ്യുന്ന കുട്ടി. കോൾബർഗിന്റെ സിദ്ധാന്തം അനുസരിച്ച് നൈതിക വികാസത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? മോറൽ ഡെവലപ്മെന്റ് സ്റ്റേജ് പഠിച്ചതാണ്. അതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. പ്രാഗ് യാഥാസ്ഥിത സദാചാര ഘട്ടം, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, യാഥാസ്ഥിത സദാചാര ഘട്ടം, കൺവെൻഷണൽ മൊറാലിറ്റി, യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. ഇതൊന്നുമല്ല. ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. യാഥാസ്ഥിത സദാചാര ഘട്ടം അല്ലെങ്കിൽ കൺവെൻഷണൽ മൊറാലിറ്റി. കോൾബർഗിന്റെ നൈതിക വികാസ ഘട്ടങ്ങളെ പ്രധാനമായിട്ട് നമുക്ക് 3 ആയിട്ട് തിരിക്കാം അല്ലേ? അതിൽ ഒന്നാമത്തെ തലമാണ്, 3 തലങ്ങളാണുള്ളത്. ഒന്നാമത്തെയാണ് പ്രാഗ് യാഥാസ്ഥിത സദാചാര ഘട്ടം, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. 2 യാഥാസ്ഥിത സദാചാര ഘട്ടം, കൺവെൻഷണൽ മൊറാലിറ്റി. 3 യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. ഇങ്ങനെ 3 തലങ്ങൾ. ആ 3 തലങ്ങൾക്കും ഓരോ തലത്തിനും 2 ഘട്ടം വീതം മൊത്തം 6 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി വരുന്നതാണ് ശിക്ഷണവും അനുസരണയും, പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ്, അതേപോലെ പ്രായോഗികമായ ആപേക്ഷികത്വം അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ റിലേറ്റീവിസം. ആ 2 ഘട്ടങ്ങൾ ഒന്നാമത്തെ ആ ഒരു തലത്തിൽ വരുന്നതാണ്. അതിന്റെ പ്രത്യേകതകളാണ്, സവിശേഷതകളാണ് 3ാമത്തെ കോളത്തിൽ അവിടെ കൊടുത്തിട്ടുള്ളത്. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുസരണ ഘട്ടമാണ്. അതായത് നമുക്കറിയാം ഈ വ്യവസ്ഥാപിത പൂർവ്വതലം അല്ലെങ്കിൽ പ്രാഗ് യാഥാസ്ഥിത സദാചാര ഘട്ടം, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, ഈ ഒരു ഘട്ടത്തിൽ എത്ര വയസ്സ് മുതൽ? 4 മുതൽ 10 വയസ്സ് വരെയാണ്. പ്രധാനമായിട്ടും 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ഒരു ഘട്ടമാണ്. അപ്പോൾ കുട്ടികൾക്ക് പ്രധാനമായിട്ടും ആ ഒരു ഘട്ടത്തിൽ വരുന്നത് ശിക്ഷണവും അനുസരണവും എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുട്ടി എന്ത് ചെയ്യുന്നു? മുതിർന്നവരെ അനുസരിക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഒരു പ്രായം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള അനന്തര ഫലങ്ങളെക്കുറിച്ച് മാത്രമാണ് കുട്ടി ചിന്തിക്കുന്നത്. ശിക്ഷ ഒഴിവാക്കാൻ എന്ത് ചെയ്യുന്നു? അധികാരികളെ അനുസരിക്കുന്നു. അധികാരികൾ എന്ന് പറഞ്ഞാൽ പേരൻസിനെയും ടീച്ചേഴ്സിനെയും കുട്ടി അനുസരിക്കുന്നു. ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആയോജന ഘട്ടം. ഐസ്ക്രീം വാങ്ങിയാൽ ഐസ്ക്രീം വാങ്ങിത്തരും എന്ന് പേരൻസ് പറയുന്നു. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിയാൽ ഐസ്ക്രീം വാങ്ങിത്തരാം, സ്വീറ്റ്സ് വാങ്ങിത്തരാം. അപ്പോൾ അതിനൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി കുട്ടി എന്ത് ചെയ്യുന്നു? തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കുട്ടി പഠിക്കുന്നു, അനുസരിക്കുന്നു. അതിനു വേണ്ടിയുള്ള ഘട്ടം. അതേപോലെ ഭാവിയിലെ ആനുകൂല്യങ്ങൾക്കായിട്ട് നന്നായിട്ട് പെരുമാറുന്നു. നമ്മൾ ആൾറെഡി പറഞ്ഞത് ചട്ടങ്ങൾ പാലിക്കുന്നത് തത്സമയ താല്പര്യം മുൻനിർത്തിയാണ്. അതും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നീതിനിഷ്ഠ, പാരസ്പര്യം, റെസിപ്രോസിറ്റി, തുല്യമായിട്ട് പങ്കിടൽ എന്നിവയുടെ കേവല രൂപങ്ങളൊക്കെ കുട്ടിയിൽ പ്രകടമാണ്. തുല്യമായിട്ട് പങ്കിടുക അല്ലെങ്കിൽ ഷെയറിംഗ് മെന്റാലിറ്റി, അതുപോലെ തന്നെ നീതിനിഷ്ഠ, പാരസ്പര്യം, റെസിപ്രോസിറ്റി, നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ചെറുതായിട്ട്, അത് 10 വയസ്സ് വരെയുള്ള കാലഘട്ടമാണല്ലോ. അപ്പം 4 മുതൽ 10 വയസ്സ് വരെയുള്ള 10ാം വയസ്സിലേക്ക് അടുക്കുന്ന സമയത്ത് ഇത്തിരി എന്ത് ചെയ്യും? കുട്ടിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരാറുണ്ട്. രണ്ടാമത്തെയാണ് യാഥാസ്ഥിത സദാചാര ഘട്ടം എന്ന് പറയുന്ന 2ാമത്തെ തലം, കൺവെൻഷണൽ മൊറാലിറ്റി അല്ലെങ്കിൽ വ്യവസ്ഥാപിത തലം എന്നൊരു പേരുണ്ട്. 10 മുതൽ 13 വയസ്സ് വരെയുള്ള കാലഘട്ടമാണിത്. അതിനകത്ത് 2 ഘട്ടങ്ങളാണ്. ഒന്ന് അന്തർവൈയക്തിക സമന്വയം, ഇന്റർപേഴ്സണൽ കോൺകോർഡൻസ്, അതുപോലെ സാമൂഹിക പാലനം ഓർ നിയമവും സമാധാനവും, സോഷ്യൽ മെയിൻ്റനൻസ് ഓർ ലോ ആൻഡ് ഓർഡർ. അതിനകത്ത് വരുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിക്കുക, മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുന്നു, സംഘമാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്ന ഘട്ടമാണ്. സാമൂഹിക ചിട്ടകൾക്ക് വേണ്ടി നിയമങ്ങൾ പാലിക്കുന്ന ഒരു ഘട്ടമാണ്. സാമൂഹിക നിയമങ്ങളോട് അഡ്ജസ്റ്റ്മെന്റ്, ആയോജനം പുലർത്തുന്ന ഘട്ടമാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ യാഥാസ്ഥിത സദാചാര ഘട്ടത്തിൽ എത്ര വയസ്സ് മുതൽ? 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെ ഒരു കാലഘട്ടമാണ് അല്ലേ? അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ആ ഒരു കാലഘട്ടം, അതായത് 13 വയസ്സിനോട് അടുക്കുന്ന സമയത്ത് കുട്ടിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ്. സാമൂഹിക ചിട്ടകൾക്ക് വേണ്ടി നിയമങ്ങളൊക്കെ പാലിക്കാറുണ്ട്. അതേപോലെ സാമൂഹിക നിയമങ്ങളോടൊക്കെ അഡ്ജസ്റ്റ്മെന്റും കുട്ടി പുലർത്തുന്ന ഒരു ഘട്ടമാണ്.
മൂന്നാമത്തെയാണ് യാഥാസ്ഥിതികാനന്തര സദാചാരഘട്ടം, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി അല്ലെങ്കിൽ വ്യവസ്ഥാപിതാനന്തര തലം എന്ന് പറയും. 13 വയസ്സിന് ശേഷമുള്ള ഒരു കാലഘട്ടമാണ്. ആ ഒരു തലത്തിൽ 2 ഘട്ടങ്ങളാണുള്ളത്: സാമൂഹിക വ്യവസ്ഥ, നിയമപരം, സോഷ്യൽ കോൺട്രാക്റ്റും അതേപോലെ സാർവജനീന സദാചാര തത്വം, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിളും. അതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ 13 വയസ്സിന് ശേഷമാകുമ്പോൾ കുറച്ചുകൂടെ പക്വതയാവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ കുട്ടി സമൂഹത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യ നന്മയ്ക്കായിരിക്കുമെന്നൊരു വിശ്വാസം കുട്ടിയിൽ വരുന്നു. ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളോടും സന്മാർഗ മാതൃകളുമായിട്ട് കുട്ടി അഡ്ജസ്റ്റ്മെൻ്റ് ആവുന്നു. സാർവലൗകികമായിട്ടുള്ള സാൻമാർഗിക സിദ്ധാന്തങ്ങളുമായിട്ട് കുട്ടി അഡ്ജസ്റ്റ്മെൻ്റ് പുലർത്തുന്നു. അതുപോലെ ന്യായം, നീതി, സമത്വം തുടങ്ങിയ നൈതിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നൈതിക ബോധം കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കോൾബർഗിൻ്റെ ആ ഒരു നൈതിക വികാസ ഘട്ടങ്ങളിൽ വരുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ: കാർത്തിക് പഠനത്തിൽ അത്ര മിടുക്കനല്ല, എന്നാൽ അത്ലറ്റിക്സിൽ സ്കൂൾ ചാമ്പ്യനാണ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അനുസരിച്ചുകൊണ്ട് കാർത്തിക്കിൽ ഏത് തരം ബുദ്ധിയാണ് കൂടുതലുള്ളത്? കായിക ബുദ്ധി, ഫിസിക്കൽ ഇൻ്റലിജൻസ്, ശാരീരിക ചലന ബുദ്ധി, ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്, പ്രകൃതിപര ബുദ്ധി, നാച്ചുറാലിസ്റ്റിക് ഇൻ്റലിജൻസ്, വ്യക്തിയാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏതാണ് ആൻസർ എന്ന് പറയുന്നത്. ശാരീരിക ചലനപര ബുദ്ധിയാണ് അല്ലെ, ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് ആണ് കാർത്തിക്കിലുള്ളത്. മനുഷ്യന് പ്രധാനമായിട്ട് 9 തരം ബുദ്ധികളുണ്ടെന്നാണ് നമ്മുടെ ഹോവാർഡ് ഗാർണർ കണ്ടെത്തിയിട്ടുള്ളത് അല്ലേ. അതിലൊന്നാണ് എന്ത് പറയുന്നത്, ശാരീരിക ചലനപര ബുദ്ധി അല്ലെങ്കിൽ ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അത് ഒരാളുടെ ശരീരത്തെ അതിൻ്റെ ഉയർന്ന സാധ്യതകളിൽ അഥവാ സാധ്യമായ ഉയർന്ന തലങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നതിന് ഉപയുക്തമാകുന്നതിനുള്ള ബുദ്ധി സവിശേഷതയാണ് ശാരീരിക ചലനപര ബുദ്ധി എന്ന് പറയുന്നത്. ഇത്തരം ബുദ്ധിയുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കായിക ശേഷി ഉണ്ടല്ലേ, സ്പോർട്സിൽ നല്ലോണം ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ പറ്റും. വിവിധ ശരീരാവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. നൃത്തം ചെയ്യാനുള്ളൊരു കഴിവ് കാണും. കൈകാലുകൾ കൊണ്ടും ശരീരം കൊണ്ടും അഭ്യാസങ്ങൾ കാണിക്കാൻ പറ്റും. ശരീരത്തെ ആരോഗ്യകരമായിട്ട് മനോഹരമായിട്ട് സൂക്ഷിക്കാൻ പറ്റും. ജിമ്മിനൊക്കെ പോയിട്ട് അങ്ങനെ ചലനങ്ങൾ സൃഷ്ടിക്കാനുള്ള സിദ്ധി ഇതൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരം ബുദ്ധി കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ടീച്ചറിന് നൽകാൻ പറ്റും? പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനം, പരീക്ഷണങ്ങൾ കൊടുക്കാം, കരകൗശല പ്രവർത്തനങ്ങൾ നൽകാം, നിർമ്മാണങ്ങൾ കൊടുക്കാം, അനുകരണം, അഭിനയം, നാടകീകരണം, കായിക പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങൾ. 24ാമത്തെ ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്നവയിൽ സർഗപരതയെ പരിപോഷിപ്പിക്കാൻ കൂടുതൽ അനുയോജ്യമായ പ്രവർത്തനം ഏത്? കൂടുതൽ അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനമാണ്. തന്നിട്ടുള്ള ചിത്രത്തെ ആസ്പദമാക്കി ഒരു കഥ തയ്യാറാക്കുക, കേരളത്തിലെ നദികളെക്കുറിച്ചൊരു ഉപന്യാസം തയ്യാറാക്കുക, 2 സംഖ്യകളുടെ LCM HCF എന്നിവ കണ്ടെത്തുക, സസ്യങ്ങളിലെ പ്രത്യുൽപാദനത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. തന്നിട്ടുള്ള ചിത്രത്തെ ആസ്പദമാക്കിയിട്ട് ഒരു കഥ തയ്യാറാക്കലാണ്. ഒരു കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി പരിപോഷിപ്പിക്കാൻ കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഓപ്ഷൻ എ ആണ്. ഈ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകത എന്ന് പറഞ്ഞാൽ എന്താ? നൂതനമോ പുതുമയുള്ളതോ ആയ ഒരാശയത്തെയോ ഒരു വസ്തുവിനെയോ സൃഷ്ടിക്കാനോ കണ്ടെത്താനോ ഒരു വ്യക്തിക്കുള്ള ശേഷിയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലേ. സർഗാത്മകയുടെ 4 ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് സജ്ജീകരണം അല്ലെങ്കിൽ പ്രിപ്പറേഷൻ, അതേപോലെ ഉദ്ഭവനം അല്ലെങ്കിൽ അടയിരിക്കൽ എന്ന് പറയും, ഇൻക്യുബേഷൻ, പ്രകാശനം ഇലൂമിനേഷൻ, അതേപോലെ വിലയിരുത്തൽ വെരിഫിക്കേഷൻ. ഇത് 4 സർഗാത്മകയുടെ 4 ഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കേണ്ടതായിട്ടുള്ള ഒന്നാണ് സജ്ജീകരണം പ്രിപ്പറേഷൻ, അടയിരിക്കൽ അല്ലെങ്കിൽ ഉദ്ഭവനം ഇൻക്യുബേഷൻ, അതേപോലെ പ്രകാശനം ഇലൂമിനേഷൻ, വിലയിരുത്തൽ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ. അതേപോലെ സർഗാത്മകത പരിപോഷിപ്പിക്കാൻ സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ അവസരമൊരുക്കുക, അന്വേഷണത്വരയെ പ്രോത്സാഹിപ്പിക്കുക, ആത്മാവിഷ്കാരണത്തിന് അവസരം ഒരുക്കുക. അപ്പം ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, കുട്ടികളിൽ ഒരു സർഗാത്മകത പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വീകരിക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ: ആൽപോർട്ടിന്റെ സിദ്ധാന്തം അനുസരിച്ച് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്ന സവിശേഷകങ്ങൾ ഏതെല്ലാം? 4 ഓപ്ഷൻസ് ഉണ്ട്. മുഖ്യ സവിശേഷകം, പ്രഥമ സവിശേഷകം, ദ്വിതീയ സവിശേഷകം, മധ്യമ സവിശേഷകം, പ്രഥമ സവിശേഷകം, ദ്വിതീയ സവിശേഷകം, മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകം, ദ്വിതീയ സവിശേഷകം, പ്രഥമ സവിശേഷകം, ദ്വിതീയ സവിശേഷകം, തൃതീയ സവിശേഷകം. ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകം, ദ്വിതീയ സവിശേഷകം. കാർഡിനൽ ട്രൈറ്റ്, സെൻട്രൽ ട്രൈറ്റ്, സെക്കൻഡറി ട്രൈറ്റ്. വ്യക്തിത്വത്തിന്റെ ഘടനയും വികസനവും വിശദീകരിക്കാൻ വേണ്ടിയിട്ട് രൂപം കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വ സമീപനങ്ങളാണ് ട്രൈറ്റ് അപ്രോച്ച്, അതേപോലെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, സൈക്കോ അനാലിസിസ് അപ്രോച്ച്, വിശ്ലേഷണ സമീപനം, മാനവികതാ സമീപനം, സവിശേഷക സമീപനമൊക്കെ വ്യക്തിത്വത്തിന്റെ ഘടനയും വികസനവും വിശദീകരിക്കാൻ വേണ്ടിയിട്ട് രൂപം കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട സമീപനങ്ങൾ. അതിൽ സവിശേഷക സമീപനം നമുക്കറിയാം, ട്രൈറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് സവിശേഷക മനഃശാസ്ത്രം എന്നൊക്കെ അറിയപ്പെടുന്ന ആൽപോർട്ട് രൂപം കൊടുത്തിട്ടുള്ള ഒന്നാണ്. ആൽപോർട്ട് വ്യക്തിത്വ സവിശേഷതകളെ പ്രധാനമായിട്ടും 3ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്നാണ് മുഖ്യ സവിശേഷകം, കാർഡിനൽ ട്രൈറ്റ്, അല്ലെങ്കിൽ രണ്ടാമത്തെയാണ് മധ്യമ സവിശേഷകം, സെൻട്രൽ ട്രൈറ്റ്, മൂന്നാമത്തെയാണ് ദ്വിതീയ സവിശേഷകം അല്ലെങ്കിൽ സെക്കൻഡറി ട്രൈറ്റ്.
മുഖ്യ സവിശേഷകം എന്താണ്? നമ്മൾ പഠിച്ചതാണ്. കാർഡിനൽ ട്രൈറ്റ് ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ടതും മിക്കപ്പോഴും പ്രകടമാകുന്നതുമായിട്ടുള്ള സ്വഭാവത്തെയാണ് മുഖ്യ സവിശേഷകം എന്ന് പറയുന്നത്. അല്ലെ, ഗാന്ധിജിയുടെ മുഖ്യ സവിശേഷക സ്വഭാവമാണ് അഹിംസ, ഹിറ്റ്ലറിന്റെ സ്വേച്ഛാധിപത്യം, ചാർലി ചാപ്ലിന്റെ ഫലിതബോധം, ടെററിസ്റ്റിന്റെ അക്രമരാഹിത്യം. ഇതെല്ലാം മുഖ്യ സവിശേഷകങ്ങൾക്ക് ഉദാഹരണമാണ്. മധ്യമ സവിശേഷകങ്ങൾക്ക് ഉദാഹരണം സെൻട്രൽ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിയിൽ പ്രകടമായിട്ട് കാണാവുന്ന ഏതാനും സ്വഭാവ സവിശേഷതകളെയാണ് നമ്മൾ മധ്യമ സവിശേഷകം എന്ന് പറയുന്നത്. സ്വാർത്ഥത, സെൽഫിഷ്, അതേപോലെ വിശ്വാസ്യത, വിധേയത്വം, ഇതൊക്കെ എന്തിനു ഉദാഹരണമായിട്ട് പറയാം? മധ്യമ സവിശേഷകങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയാം. ദ്വിതീയ സവിശേഷകങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി ട്രൈറ്റ് എന്താണ്? ഒരാൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം കാണുന്ന സവിശേഷതയാണ് ഇത് ദ്വിതീയ സവിശേഷകം. വല്ലപ്പോഴും മാത്രം കാണപ്പെടുന്ന ഒന്നാണ് ദ്വിതീയ സവിശേഷതകൾ എന്ന് പറയുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു 13 വയസ്സുകാരനെ ബീജഗണിതം പഠിപ്പിക്കാം, എന്നാൽ ഒരു 2 വയസ്സുകാരനെ പഠിപ്പിക്കാൻ പറ്റുമോ? കഴിയില്ല. വികസനവുമായി ബന്ധപ്പെട്ട ഏത് ഘടകത്തിന്റെ പോരായ്മയാണ് ഇവിടെ സ്പഷ്ടമാകുന്നത്? പാരമ്പര്യം, പരിസ്ഥിതി, പരിപക്വനം, പഠനം. ഹെറിഡിറ്റി, എൻവയോൺമെന്റ്, മെച്ചുറേഷൻ, ലേണിംഗ്. ആൻസർ ഏതാണ്? പരിപക്വനമാണ് അല്ലേ, മെച്ചുറേഷൻ ആണ്. വളർച്ച വികാസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നാം പഠിച്ചതാണ്. വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിട്ടിരിക്കുന്നു. അതായത് ബാഹ്യശക്തികളുടെ പ്രേരണ കൂടാതെ സ്വയം നടക്കുന്ന വികാസത്തെയാണ് പരിപക്വനം അല്ലെങ്കിൽ മെച്ചുറേഷൻ എന്ന് പറയുന്നത്. വ്യക്തിയിൽ അന്തർലീനമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സ്വഭാവ സവിശേഷകങ്ങളുടെ അനാവരണമാണ് പരിപക്വനം എന്ന് പറയുന്നത്. പ്രത്യേക പ്രായത്തിൽ ശിശുക്കൾ മുട്ടുകുത്തി ഇഴയാനും നിൽക്കാനും ഓടാനും ചാടാനും സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് ആരും പഠിപ്പിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അതിനുള്ള പാകമായത് കൊണ്ടാണ്. പുതിയ കാര്യങ്ങൾ അറിയുക, പുതിയ സ്കില്ലുകള്, പുതിയ ആപ്റ്റിറ്റ്യൂഡുകള്, അപ്രിസിയേഷൻ, ഇതൊക്കെ ഉണ്ടാകുന്നതൊക്കെ പഠനത്തിന്റെ ഫലമായിട്ട് അല്ലെ. പഠനമാണ് ഇതെല്ലാം. പെരുമാറ്റ രീതികളിലും അറിവിലും അഭിക്ഷമതയിലും കലാസ്വാദനത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പഠനം മൂലമാണ്. പരിപക്വനവും പഠനവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. 1 വയസ്സായ കുട്ടിയെ എഴുതിക്കാനോ 5 വയസ്സായ കുട്ടിയെ ഭരണഘടന പഠിപ്പിക്കാനോ ഒന്നും ആരും ശ്രമിക്കാറില്ല. ഓരോന്നിനും ഓരോ പഠനാനുകൂല നിമിഷം, ടീച്ചബിൾ മൊമെന്റ് ഉണ്ട്. പ്രായം, സന്നദ്ധത, താല്പര്യം എന്നിവയെല്ലാം ഒത്തിണങ്ങിയ നിമിഷമാണ് അതെന്ന് പറയുന്നത്. പരിപക്വനത്തെ അവഗണിച്ച് പഠിപ്പിച്ചാൽ കുട്ടികൾ എന്തായി തീരും? നിഷേധികൾ അല്ലെങ്കിൽ മന്ദബുദ്ധികളൊക്കെ ആയി തീരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നതല്ല, ടെക്സ്റ്റിൽ പറയുന്നതാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ. 7ാം ക്ലാസ്സുകാരനായ നവീന് താൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മൃഗശാല കാണാൻ പോയതും അവിടെ കണ്ട മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും എല്ലാം ഇപ്പോഴും നല്ല ഓർമ്മയാണ്. ഇത് എന്തിന് ഉദാഹരണമാണ്? സംവേദന ഓർമ്മ, ഹ്രസ്വകാല ഓർമ്മ, സംഭവപരമായ ഓർമ്മ, പ്രക്രിയാപരമായ ഓർമ്മ. സെൻസറി മെമ്മറി, ഷോർട്ട് ടൈം മെമ്മറി, എപ്പിസോഡിക് മെമ്മറി, പ്രൊസീജ്വൽ മെമ്മറി. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, സംഭവപരമായിട്ടുള്ള ഓർമ്മയാണ് അല്ലേ. സംഭവപരമായ ഓർമ്മ ആ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ചെറുക്കൻ എന്ത് ചെയ്യുന്നു? അവിടെ പോകുന്നു, നവീൻ അവിടെ പോകുന്നു കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത്. അപ്പം മൃഗശാല കാണാൻ പോയിട്ട് അവിടെയുള്ള മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കണ്ടത് കൊച്ചിന് ഇപ്പോഴും നല്ല ഓർമ്മയാണ്. അപ്പൊ അതിന് എന്ത് ഓർമ്മയ്ക്ക് ഉദാഹരണമായിട്ട് നമുക്ക് എഴുതാം? സംഭവപരമായിട്ടുള്ള ഓർമ്മ അല്ലെങ്കിൽ എപ്പിസോഡിക് മെമ്മറി ആയിട്ട് നമുക്ക് പറയാം. ഈ ഓർമ്മ അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? നാം നമ്മുടെ പരിസരത്തോട് ഇടപഴകുമ്പോൾ ലഭിക്കുന്ന അനുഭവങ്ങളെ ശേഖരിച്ചു വെക്കാനും ആവശ്യമുള്ളപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരാനുമുള്ള മനസ്സിന്റെ കഴിവിനെയാണ് ഓർമ്മയെന്നാണ്, ഓർമ്മയുടെ ഡെഫിനിഷനാണ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ്. അതായത് കഴിഞ്ഞകാല അനുഭവങ്ങൾ വിവിധ ഇന്ദ്രിയങ്ങൾ വഴി, ചെവി, മൂക്ക്, കണ്ണ്, വായ് അല്ലെ, മസ്തിഷ്കത്തിൽ സൂക്ഷിച്ച് ആവശ്യമുള്ളപ്പോൾ പ്രകടിപ്പിക്കാനുള്ള കഴിവ് തന്നെയാണ് ഓർമ്മ എന്ന് പറയുന്നത്. ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായ ഹെർമൻ എബിൻഹോസ് അദ്ദേഹം ഓർമ്മയെക്കുറിച്ചും മറവിയെക്കുറിച്ചും ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചു. 1968 ആറ്റ്കിൻസൺ, ഷിഫ്രിൻ എന്നിവർ മുന്നോട്ട് വെച്ച തിയറി അനുസരിച്ച് ഓർമ്മയ്ക്ക് എത്ര തലങ്ങളുണ്ട്? 3 തലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒന്നാണ് സെൻസറി മെമ്മറി അല്ലെങ്കിൽ ഇന്ദ്രിയപരമായ ഓർമ്മ. അതായത് ഇന്ദ്രിയപരമായ ഓർമ്മയിൽ സംവേദന അവയവങ്ങളിലൂടെ തത്സമയം സ്വീകരിക്കപ്പെടുന്ന വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്നു. ഹ്രസ്വകാല സ്മരണയിലേക്ക്, ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് മാറ്റപ്പെട്ടിട്ടില്ലെങ്കിൽ സെക്കൻഡുകൾ മാത്രം ഇത് ഓർമ്മയിൽ നിലനിന്ന ശേഷം അപ്രത്യക്ഷമാകുമെന്നാണ് പറയുന്നത്. ഇത്തരം ഓർമ്മ ഒരു 3-4 സെക്കൻഡ് മാത്രമാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മ എന്ന് പറയുന്നത് എന്താണ്? ഒരു 3-4 സെക്കൻഡ് മാത്രം നിലനിൽക്കുന്ന ഓർമ്മയാണ്. ഷോർട്ട് ടൈം മെമ്മറി അല്ലെങ്കിൽ ഹ്രസ്വകാല ഓർമ്മ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കുറഞ്ഞ സമയത്തേക്ക് ഹ്രസ്വകാല ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയും. ഒരു പ്രത്യേക സമയത്ത് ബോധമനസ്സിലുള്ള കാര്യങ്ങളാണിത്. ഹ്രസ്വകാല ഓർമ്മയിൽ നിലനിൽക്കുന്ന കാര്യങ്ങളെ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? മറവി സംഭവിക്കും. ഇത് 30 സെക്കൻഡ് വരെ തങ്ങി നിൽക്കാൻ ഇടയുണ്ട്.
ക്ലാസ്സിൽ നോട്ട് കുറിക്കുക, ആവർത്തിച്ച് ചൊല്ലുക, വീണ്ടും പ്രവർത്തിക്കുക തുടങ്ങിയവയൊക്കെ ഹ്രസ്വകാല ഓർമ്മയെ ഉദ്ദീപിപ്പിക്കാനും ദീർഘകാല ഓർമ്മയായി മാറ്റാനും സഹായിക്കും. ഇനി ദീർഘകാല ഓർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ടൈം മെമ്മറി. കൂടുതൽ വിവരങ്ങൾ ദീർഘകാല ഓർത്തു വെക്കാൻ ദീർഘകാല ഓർമ്മ നമ്മെ സഹായിക്കുന്നു. ദീർഘകാല ഓർമ്മ മസ്തിഷ്കത്തിൽ ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതെന്നാണ് പറയുന്നത്. ഓർമ്മയുടെ തലങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മ, അതിന് ഉദാഹരണം പറയുന്നത് ഫോൺ നമ്പറുകൾ മറ്റൊരാൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നു, അത് ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മയാണ്. അതുപോലെ ഹ്രസ്വകാല ഓർമ്മ എന്ന് പറഞ്ഞാൽ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ നമ്പർ എന്ത് ചെയ്യുന്നു? ഡയൽ ചെയ്യുന്നു, അത് ഹ്രസ്വകാല ഓർമ്മ. ദീർഘകാല ഓർമ്മ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ഈ നമ്പർ എഴുതുകയോ പറയുകയൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നു. ഏത് സമയത്തും ഈ നമ്പർ ഓർത്ത് പറയാൻ കഴിയുന്നു. ഈ ദീർഘകാല ഓർമ്മയിൽ 3 തരം രീതികളാണുള്ളത്. അതാണ് നമുക്ക് ചോദിച്ചത്. 1 സംഭവപരമായ ഓർമ്മ, എപ്പിസോഡിക് മെമ്മറി. 2 അർത്ഥപരമായ ഓർമ്മ, സിമാൻറ്റിക് മെമ്മറി. 3 പ്രക്രിയാപരമായ ഓർമ്മ, പ്രൊസീജിയർ മെമ്മറി. സംഭവപരമായിട്ടുള്ള ഓർമ്മ നമ്മൾ പറഞ്ഞു, ഇതൊരാളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളും വ്യക്തിപരമായ സംഭവങ്ങളും ഓർമ്മിക്കുന്നതാണ്. ഇങ്ങനെയുള്ളവയെ ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ച് വെക്കാനും വിശദീകരിക്കാനും ആ വ്യക്തിക്ക് കഴിയും. ഈ രീതി ഉപയോഗിച്ച് കുട്ടികൾക്ക് അവരുടെ പഠന പ്രക്രിയയിലെ പ്രധാന സംഭവങ്ങളെ വിശദീകരിക്കാൻ കഴിയും. പഠന പ്രവർത്തനം വൈകാരിക അനുഭവമായി മാറുമ്പോൾ പാഠ്യവസ്തു സംഭവപരമായിട്ടുള്ള ഓർമ്മയായിട്ട് പരിണമിക്കുകയും ദീർഘകാലം ഓർമ്മയിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. അർത്ഥപരമായ ഓർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരുപയോഗിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ, പദങ്ങൾ, ആശയങ്ങൾ, സൂത്രവാക്യങ്ങൾ തുടങ്ങിയവ ഓർത്തു വെക്കുന്നതാണ് അർത്ഥപരമായ ഓർമ്മ എന്ന് പറയുന്നത്. പ്രക്രിയാപരമായ ഓർമ്മ എന്ന് പറഞ്ഞാൽ വിവിധ നൈപുണികളുമായിട്ട്, സ്കില്ലുകളുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളാണ് ഇതിൽ പെടുന്നത്. പൊതുവെ പ്രവർത്തിച്ചു പഠിക്കുന്നവയാണ് പ്രക്രിയാപരമായിട്ടുള്ള ഓർമ്മയിൽ വരുന്നത്. സംഗീതോപകരണങ്ങളുടെ ഉപയോഗം, നീന്തൽ, സൈക്കിള്, ഇതൊക്കെ നമ്മൾ ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതകാലത്ത് ഒരിക്കലും പഠിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ വട്ടം പഠിച്ചാൽ മതി. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് ആ ഒരു സ്കില്ല് കൂടുതൽ വികസിപ്പിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പോകത്തില്ല. ഓർമ്മ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിൻ്റെ ഒരു മാതൃക റിച്ചാർഡ് ആറ്റ്കിൻസണും റിച്ചാർഡ് ഷുഫ്രിനും ചേർന്ന് എടുത്തിട്ടുണ്ട്. ഈ പരികല്പന അനുസരിച്ച് അനുഭവങ്ങൾ ദീർഘകാലത്തേക്ക് സൂക്ഷിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് മറ്റ് 2 ഘട്ടങ്ങളിൽ കൂടിയും കടന്നു പോകേണ്ടതുണ്ട്. അതായത് ഇന്ദ്രിയ സ്മരണയിൽ കൂടിയും ഹ്രസ്വകാല സ്മരണയിൽ കൂടിയും കടന്നു പോകേണ്ടതുണ്ടെന്നാണ് ആര് പറയുന്നത്? റിച്ചാർഡ് ആറ്റ്കിൻസണും റിച്ചാർഡ് ഷുഫ്രിനും പറയുന്ന ആ ഒരു തിയറിയിൽ, അവർ ഡെവലപ്പ് ചെയ്ത തിയറിയിൽ പറയുന്നത്. 28ാമത്തെ ക്വസ്റ്റ്യൻ. പ്രത്യക്ഷണം, അമൂർത്തനം, സാമാന്യവൽക്കരണം എന്നിവ ഡാഷിൽ ഉൾപ്പെടുന്ന 3 പ്രക്രിയകളാണ്. പെർസെപ്ഷൻ, അബ്സ്ട്രാക്ഷൻ ആൻഡ് ജനറലൈസേഷൻ ആർ ദി 3 പ്രോസസ് ഇൻക്ലൂഡഡ് ഇൻ ഡാഷ്. ആശയരൂപീകരണം, കൺസെപ്റ്റ് ഫോർമേഷൻ, അപഗ്രഥന ചിന്ത, അനലിറ്റിക് തിങ്കിങ്, നിഗമന ചിന്ത, ഡിഡക്റ്റീവ് തിങ്കിങ്, പ്രശ്നപരിഹരണം, പ്രോബ്ലം സോൾവിങ്. ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ. ആശയരൂപീകരണം, കൺസെപ്റ്റ് ഫോർമേഷൻ ആണ്. ഇവ 3ഉം ആശയരൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്രക്രിയകളാണ്. ഏതൊക്കെ? പ്രത്യക്ഷണം, അമൂർത്തനം, സാമാന്യവൽക്കരണം എന്നൊക്കെ പറയുന്നത്. പ്രത്യക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലോകത്തെ നേരിട്ട് അനുഭവിക്കുന്ന പ്രക്രിയകളാണ് ഈ പ്രത്യക്ഷണം എന്ന് പറയുന്നത്. അതായത് ഒരു പൂവിനെ കാണുമ്പം നമ്മൾ അതിൻ്റെ നിറം, അതിൻ്റെ മണം, അതിൻ്റെ ആകൃതി, അതിനെയൊക്കെ അടിസ്ഥാനമാക്കി അതിനൊരു പൂ എന്ന് തിരിച്ചറിയുന്നു, അല്ലെ? അതാണ് പ്രത്യക്ഷണം. അമൂർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യക്ഷമായ വസ്തുക്കളിൽ നിന്ന് അവയുടെ ഗുണങ്ങളെ വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് അമൂർത്തനം എന്ന് പറയുന്നത്. അതായത് പലതരം പൂക്കളെ കണ്ട് നാം അവയ്ക്കെല്ലാം എന്തുണ്ട്? ഒരു പൊതുവായിട്ടുള്ള ചില ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കും. അതായത് അവയ്ക്ക് ദളങ്ങളുണ്ട്, പൂമ്പൊടിയുണ്ട്, മണമുണ്ട്, അവ പുഷ്പിക്കുന്ന സസ്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നതിനെ അമൂർത്തനം എന്ന് പറയുന്നത്. സാമാന്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ? അമൂർത്തമായിട്ടുള്ള ഗുണങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പൊതുവായ ഒരു ആശയം രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് സാമാന്യവൽക്കരണം എന്ന് പറയുന്നത്. അതായത് പലതരം പൂക്കളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പൂക്കളെ കണ്ടുകൊണ്ട് നമ്മൾ പുതിയൊരു എന്ന് പറയുന്ന ഒരു പൊതുവായ ആശയം രൂപപ്പെടുത്തുന്നു, ഇല്ലേ? ഇവിടെ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ അനുഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നാം ലോകത്തെ നേരിട്ട് അനുഭവിക്കുന്നില്ലെങ്കിൽ ആശയങ്ങൾ രൂപപ്പെടുന്നില്ല. പ്രത്യക്ഷാനുഭവങ്ങളിൽ നിന്ന് സാർവത്രികമായിട്ടുള്ള ഗുണങ്ങളെ വേർതിരിച്ചെടുക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? നാം പൊതുവായിട്ടുള്ള ആശയങ്ങൾ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അമൂർത്തമായ ഗുണങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പൊതുവായ ഒരു ആശയങ്ങൾ രൂപപ്പെടുന്നതിലൂടെ നമ്മൾ ലോകത്തെ മനസ്സിലാക്കുന്നത് എളുപ്പമാവുകയും ചെയ്യുന്നുണ്ട്. 29ാമത്തെ ക്വസ്റ്റ്യൻ. അമ്മയുടെ വഴക്ക് കേൾക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി പാഠങ്ങൾ പഠിക്കുന്ന കുട്ടിയുടെ പെരുമാറ്റത്തിൽ ഏതുതരം പ്രബലനമാണ് പ്രതിഫലിക്കുന്നത്? ധനപ്രബലനം, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ഋണപ്രബലനം, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ശിക്ഷ, പണിഷ്മെന്റ്, തുടർച്ചയായ പ്രബലനം, കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ്. ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അല്ലെ? ഋണപ്രബലനം അല്ലെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. എന്താണ് ധനപ്രബലനം? എന്താണ് ഋണപ്രബലനം? പഠനത്തിലും പെരുമാറ്റ രൂപീകരണത്തിലും പ്രധാന പങ്ക് വഹിക്കുന്ന 2 കൺസെപ്റ്റുകളാണ് ഈ പറയുന്ന പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്.
ധനപ്രബലനം അല്ലെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക പെരുമാറ്റം പ്രകടിപ്പിക്കുമ്പോൾ അതിന് പ്രതിഫലമായിട്ടൊരു സുഖകരമായ അനുഭവം നൽകുന്ന പ്രക്രിയയാണ് ധനപ്രബലനം എന്ന് പറയുന്നത്. പോസിറ്റീവ് ആണല്ലേ? ഒരു കുട്ടി പാഠം പഠിക്കുന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു പാഠം പഠിച്ചതിന് ശേഷം അവനൊരു ചോക്ലേറ്റ് നൽകുകയാണ്. അപ്പോൾ അതെന്തൊരു ഉദാഹരണമായിട്ട് പറയാം? നമുക്ക് ധനപ്രബലനത്തിന് ഉദാഹരണമായിട്ട് പറയാം. ഇത് ഭാവിയിൽ കുട്ടിയെ കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഋണപ്രബലനം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പെരുമാറ്റം പ്രകടിപ്പിക്കുമ്പോൾ അതിനുള്ള ശിക്ഷയായി ഒരു അസുഖകരമായ അല്ലെങ്കിൽ ഒരു സുഖകരമല്ലാത്ത ഒരു അനുഭവം നൽകുന്ന പ്രക്രിയയാണ്. ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ ക്ലാസ് വെച്ച് അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുകയാണ് അവനെ ക്ലാസ്സിൽ നിന്ന് എണീപ്പിച്ച് നിർത്തുന്നത്. അതിന് ഋണപ്രബലനത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. 30ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തിവ്യത്യാസത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ശാരീരിക വ്യത്യാസം, കുടുംബാന്തരീക്ഷത്തിലെ വ്യത്യാസം, മനോഭാവം, താല്പര്യം എന്നിവയിലെ വ്യത്യാസം, പഠനശൈലിയിലെ വ്യത്യാസം. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കുടുംബാന്തരീക്ഷത്തിലെ വ്യത്യാസം അല്ലേ. താഴെ കൊടുത്തിരിക്കുന്നതിൽ വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കുടുംബാന്തരീക്ഷത്തിലെ വ്യത്യാസമാണ്. ഈ വ്യക്തിഗത വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കിടയിൽ നിലനിൽക്കുന്ന തനതായ സ്വഭാവങ്ങളെയും വ്യതിയാനങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതിൽ ശാരീരിക വ്യത്യാസങ്ങളുണ്ട് അല്ലേ. ഉയരം, ഭാരം, രൂപം, ആരോഗ്യം, അതുപോലെ തന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. വ്യക്തിത്വ സവിശേഷതകൾ, ബുദ്ധി, അതുപോലെ വൈജ്ഞാനിക കഴിവുകൾ, വൈകാരിക സവിശേഷതകൾ ഒക്കെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാമൂഹിക വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ സംസ്കാരം, സാമൂഹിക സാമ്പത്തിക നില, ഇതൊക്കെ സാമൂഹിക വ്യത്യാസങ്ങളിൽ വരുന്നതാണ്. അതേപോലെ മനോഭാവങ്ങൾ, താല്പര്യ വ്യത്യാസങ്ങൾ, ഇതൊക്കെയുണ്ട്. ഇവിടെ കുടുംബാന്തരീക്ഷം വരാത്തതിന് കാരണം എന്താ? കുടുംബം ഒരു വ്യക്തിയുടെ ആന്തരിക സ്വഭാവത്തേക്കാൾ ബാഹ്യ സ്വാധീനമാണ് ചെലുത്തുക എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ പ്രധാനപ്പെട്ട 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, നിങ്ങൾക്ക് അറിയാവുന്ന മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് ഇത് എത്തപ്പെടത്തുള്ളൂ. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.